പ്രവാസി പുനരധിവാസത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ ഭാരവാഹി നിസാമുദ്ദീനെതിരെയാണ് പരാതി. 110 പ്രവാസികളിൽ നിന്ന് 3 കോടിയിലേറെ രൂപ പിരിച്ചെടുത്തു. 2017 ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച് പണം തട്ടി എന്നാണ് പരാതി. 2017 ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഇദ്ദേഹം. GCC രാജ്യങ്ങളിലൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് വളരെ താഴ്ന്ന നിലയിൽ ചെറിയ ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവാസി പുനരധിവാസം വേണ്ട നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയും വരുമാനം. വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. എന്താണ് ഷിനോജി പരാതി? അമൃത, ഈ പ്രവാസികളിൽ നിന്ന് 2017 മുതൽ പണം പിരിക്കുകയും അതൊരു സംഘടനയുടെ പേരിലാണ് പണം പിരിച്ചിരുന്നത്. ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി പ്രവാസികളിൽ നിന്ന് പണം പിരിച്ച് ഒരു സ്ഥാപനം തുടങ്ങി. നാട്ടിൽ കിൻഫ്രയിലാണ് ആ സ്ഥാപനം ഉണ്ടായിരുന്നത്. നിജാമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നിക്ഷേപമായിട്ടാണ് പ്രവാസികളിൽ നിന്ന് 110 പ്രവാസികളിൽ നിന്ന് 3 കോടിയോളം രൂപ ഇവർ പിരിച്ചെടുത്തത്. പിന്നീട് ഇതിൻ്റെ ലാഭവിഹിതമോ മുതൽ മുടക്കോ ഒന്നും തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വിവരങ്ങൾ ഈ നിക്ഷേപകരുമായി പങ്കുവെക്കാനോ തയ്യാറല്ലായിരുന്നു എന്നാണ് ദുബൈയിൽ വാർത്താസമ്മേളനം നടത്തിയ ഇതിൻ്റെ ഇരകൾ പറയുന്നത്. പലരും മകളുടെ വിവാഹത്തിനും മറ്റും പണം സ്വരൂപിക്കാനും മറ്റുമുള്ള ലക്ഷ്യത്തോടുകൂടി ഇതിൽ നിക്ഷേപം നടത്തിയിരുന്നു. അവർക്കും ഇതിൻ്റെ ലാഭവിഹിതമോ മറ്റ് മുടക്കിയ മുതലോ തിരിച്ചു നൽകാൻ ഈ നിസാമുദ്ദീൻ എന്ന് പറയുന്ന റെസ്ലിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹിയായ ഈ നിജാമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ MD തയ്യാറല്ല എന്നാണ് ഈ പ്രവാസികൾ പറയുന്നത്. ഇവർ പണം പലവട്ടം തിരിച്ച് ആവശ്യപ്പെട്ടിരുന്നു, അപ്പോൾ കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇവർ വാർത്താസമ്മേളനവും പരാതിയുമായി മുന്നോട്ട് വരാനുള്ള കാരണം നിലവിലും പലരിൽ നിന്നും പണം ഇദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ നിക്ഷേപമായി വാങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ്. നാട്ടിൽ നിന്ന് തന്നെ 25 ലക്ഷം രൂപയോളം അടുത്ത ദിവസം ഈ സ്ഥാപനത്തിലേക്ക് നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 7 വർഷമായി ഇതിൽ നിക്ഷേപിച്ചവർക്ക് യാതൊരു ലാഭമോ അല്ലെങ്കിൽ അതിൻ്റെ മുതൽ മുടക്കോ തിരിച്ചു നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ തട്ടിപ്പാണ് നടക്കുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമൃത, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.